ഹായ് ഓൾ, ക്ലാസ് 9-ലെ മോഷനിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ് അല്ലേ. ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും. നമുക്ക് നോക്കാം ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള കാര്യം നമുക്ക് നോക്കാം. നോക്കിക്കോളൂ മക്കളെ, ഇതാണ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഒരു ബോള് മുകളിലേക്ക് എറിഞ്ഞു വിത്ത് സം വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് സം വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. എവിടെന്നാണ് എറിഞ്ഞത്? ഫ്രം ദ ടോപ്പ് ഓഫ് എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ്. ഒരു ബഹുതല കെട്ടിടത്തിന്റെ മുകളിൽ നിന്നാണ് ബോള് മുകളിലേക്ക് എറിയുന്നത്. ഓക്കെ, ആ കെട്ടിടത്തിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ബോൾ എറിഞ്ഞ ഹൈറ്റ് എത്രയാണ്? 25 മീറ്റർ ആണ്. നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ്സ് ദ ഗ്രൗണ്ട് എന്നതിന്റെ അർത്ഥം എന്താണ്? എത്ര സമയമാണ് ആ ബോൾ താഴെ എത്താൻ എടുക്കുക എന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മൾ നോർമലി ഒരു വിദ്യാർത്ഥി ചിന്തിക്കുക, ബോൾ നമുക്കറിയാം ദാ ഇവിടുന്ന് മുകളിലേക്ക് പോകും, ഇവിടുന്ന് ഒരു സമയമുണ്ട്, ആ ബോൾ തിരിച്ച് ഇവിടേക്ക് എത്തും, അതിന് വേറൊരു സമയമുണ്ട്, ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തും. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് സാധാരണ വിദ്യാർത്ഥികൾ ചെയ്യുക. പക്ഷെ ഇത്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ പഠിച്ച കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. മക്കളെ, ആ ബോളിന്റെ ഡിസ്പ്ലേസ്മെന്റ് എസ് എത്രയാണ് നോക്കിയേ. ഇവിടെ ഇരുന്ന ബോൾ ഇവിടേക്ക് എത്തി അല്ലെ, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും. ഇനീഷ്യലി ബോൾ ഇവിടെയാണ്, ഫൈനലി ഇവിടെയാണ്. ഏതോടെ പോയി എന്ന കാര്യം നമുക്ക് പ്രശ്നമില്ല, ഡിസ്പ്ലേസ്മെന്റ്. സോ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷനിൽ ഡിസ്റ്റൻസ് 25 ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഡൗൺവേർഡ് സൗണ്ട് -25 സെന്റിമീറ്റർ. കിട്ടിയോ? 25 സെന്റിമീറ്റർ അല്ല, 25 മീറ്റർ. 25 മീറ്റർ. ആൻഡ് ആ ബോളിന്റെ ഇനീഷ്യൽ വെലോസിറ്റി യു എത്രയാണ്? അത് 20 ആണ്. 20 മീറ്റർ ആണ്. ടുവേർഡ്സ് അപ്വേർഡ്സ് ആവുകൊണ്ട് ദാറ്റ് ഈസ് +20, റൈറ്റ്? ആൻഡ് അതിന്റെ ആക്സിലറേഷൻ എത്രയാണ്? ആക്സിലറേഷൻ ജി ആണ്. ദാറ്റ് ഈസ് ഓൾവേസ് -10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയാണ് ക്വസ്റ്റ്യൻ തന്ന കാര്യം. നമ്മളോട് ചോദിച്ചത് എന്താ? അതിനെടുക്കുന്ന സമയമല്ലേ ടി ഈക്വൽ ടു എത്ര എന്നല്ലേ നമ്മളോട് ചോദിച്ചത്. നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇക്വേഷൻസ് ഓഫ് മോഷൻ കണക്ടിങ് ടൈം ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? എസ് ഇസ് ഈക്വൽ ടു ut പ്ലസ് ½ at സ്ക്വയർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസിന് -25 ആണ്, ഈക്വൽ ടു യു ഈസ് 20t മൈനസ് ഓഫ് ½ ഇൻറ്റു 10 അല്ലെ, മൈനസിന് എടുക്കുമ്പോൾ മൈനസ് പുറത്തെടുത്തു, ടി സ്ക്വയർ. ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ നമുക്ക് വളരെ എളുപ്പത്തിൽ 5 സെക്കൻഡ് എന്ന് കിട്ടും. ഇതുപോലെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് സൈലത്തിന്റെ എൻട്രൻസ് പ്രിപ്പറേഷൻ ഫൗണ്ടേഷൻ ബാച്ച് ആയിട്ടുള്ള ഫാൽക്കൺ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ അടിപൊളി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും ഫാൽക്കൺ ബാച്ചിൽ കാണാം.